പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വ്യവസായി ഷമീറിനെ കണ്ടെത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പ്രതികൾ പിടിയിൽ എന്നാണ് വിപിൻ സി വിജയൻ പറയുന്നത്. കൊല്ലത്ത് നിന്നാണ് ഷമീറിനെ പോലീസ് എത്തി മോചിപ്പിച്ചത്. അപ്പോൾ നേരത്തെ മിനിഞ്ഞാന്നാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. എന്തോ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് കേസൊന്നും കൊടുക്കല് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയെ വിളിച്ച് എത്രയോ കോടി രൂപ തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. 1.5 കോടിയോ ആ കണക്കെന്ന് എൻ്റെ ഓർമ്മ. എന്തായാലും ആ ഷമീറിനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് എന്നറിയാൻ കഴിയുന്നത്. എന്താണ് കാരണമെന്നാൽ കൊല്ലത്ത് നിന്ന് ഷമീറിനെ പോലീസ് മോചിപ്പിക്കുകയാണ്. അപ്പോൾ എവിടോ തടങ്കൽ പാർപ്പിച്ചിരിക്കാനെന്ന് തോന്നുന്നു. പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നു എന്നും പറയുന്നു. എന്തായാലും സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ അങ്ങനെ പെട്ടെന്ന് പിടിയിലാവാറില്ല. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക തർക്കമാണെങ്കിൽ സാമ്പത്തിക തർക്കം പരിഹാരം ഉണ്ടായാൽ ഈ തട്ടിക്കൊണ്ടുപോയവർ തന്നെ വലിയ പരിക്കൊന്നും ഉണ്ടാക്കില്ല. ഈ തട്ടിക്കൊണ്ടുപോയ ആൾ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിട്ട് അതായിരുന്നു പതിവ്. ഇതിപ്പോൾ അതിന് വ്യത്യസ്തമാണ്. ഷമീറിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പോലീസ് പോയി അയാളെ മോചിപ്പിക്കുകയാണ്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഈ വാർത്തയെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ്? കൊല്ലത്ത് എവിടെയായിരുന്നു ഈ പ്രവാസി വ്യവസായിയെ പോലീസ് കണ്ടെത്തിയത്? ആഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ ഇപ്പോൾ ഷമീറിനെ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നാണ് പോലീസ് എത്തി ഈ മോചിപ്പിച്ചിരിക്കുന്നത്. ഷമീറിനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രതികൾ ഒരു 5 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. അപ്പോൾ കൊല്ലത്തായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടായിരുന്നു ഈ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. മോചനദ്രവ്യമൊക്കെ ആവശ്യപ്പെട്ട് അവിടെയാണ് ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഷമീറിനെ പാണ്ടിക്കാട് ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അവശത ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലായിരുന്ന ഒരു സമയത്ത് വലിയ മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമുള്ളത്. സാമ്പത്തിക തർക്കം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഷമീറിലേക്ക് എത്താനും ഒപ്പം തന്നെ ഈ പ്രതികൾ പിടിയിലാക്കാനുമുള്ള ഒരു കാരണം ഈ ഇന്നോവ കാറും ഒപ്പം തന്നെ ഒരു സ്വിഫ്റ്റ് കാറും, ഈ 2 കാറുകളിൽ എത്തിയാണ് ഷമീറിനെ ചൊവ്വാഴ്ച രാത്രി തട്ടിക്കൊണ്ടുപോയത്. ഈ 2 കാറുകളുടെയും RC ഉടമകളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടു കൂടിയാണ് ആരാണ് കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക വിവരം പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് ഈ വാഹനങ്ങളിൽ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് ഷമീറിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊല്ലം വരെയൊക്കെ എത്തിയിരിക്കുന്നത്. ആ ഒരു അന്വേഷണത്തിലാണ്, വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ്, ഇനി എന്താണ് ഇതിനൊരു മോട്ടീവ്, അത് വിദേശത്തു നിന്നുള്ള, ഗൾഫിൽ നിന്നുള്ള തർക്കമാണോ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണോ, ബിസിനസ്സുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവിടേക്ക് എത്തിയതിനു ശേഷം, അതായത് ഗൾഫിൽ നിന്ന് ഷമീർ നാട്ടിലേക്ക് എത്തി വെറും 5 ദിവസത്തിന് വേണ്ടി ഒരു വെക്കേഷന് വേണ്ടി മാത്രം വന്നതാണ്. ഇവർ കുടുംബമായി തന്നെ ഗൾഫിലാണ് താമസിക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ഉൾപ്പെടെയാണ് ഷമീർ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അതിലുള്ള ഏതോ ഒരു സാമ്പത്തിക ഇടപാട് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴും വിലയിരുത്തൽ. അതിലാണിപ്പോൾ ഈ 5 പേർ പോലീസിന്റെ ഒരു കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ഒപ്പം തന്നെ ഷമീറിനെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 24 പുറത്തുവിടുന്നത്. അല്ല വിപിൻ, ഷമീറിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മർദ്ദനമോ ഒക്കെ ഉണ്ടോ എന്ന് അറിയണം. രണ്ടാമത്തെ കാര്യം, എന്തിനായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോവൽ? ആരായിരുന്നു തട്ടിക്കൊണ്ടുപോയത്? വിദേശത്ത് നിന്ന് ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊട്ടേഷൻ ടീമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കുറേയധികം ചോദ്യങ്ങൾക്ക് മറുപടി ഇനിയും കിട്ടേണ്ടതുണ്ട്. വിപിൻ, ഷമീറിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ആശ്വാസം എന്ന് പറയുമ്പോഴും. അതെ, തീർച്ചയായിട്ടും. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു മോട്ടീവ്? കാരണം ഈ ഒരു സംഘം 2 ഫോൺ കോളുകളാണ് വിളിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ വ്യാപാര പങ്കാളിയായിരുന്നു, അതായത് ബിസിനസ് പങ്കാളിയെ വിളിച്ചുകൊണ്ടാണ് 1,60,00,000 രൂപയ്ക്ക് സമാനമായിട്ടുള്ള ചെക്ക് ലീഫുകൾ തയ്യാറാക്കി വെക്കണമെന്ന് UAE-യിലേക്ക് വിളിച്ചാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ആവശ്യപ്പെട്ടത്. അതായത് ഇത് കൃത്യമായി ഓരോ വഴികളും അറിയുന്ന, ഷമീറിനെ കൃത്യമായി അറിയാവുന്ന ആൾക്കാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അതോടുകൂടി തന്നെ വ്യക്തമാണ്. മറ്റൊന്നുള്ളത്, ഭാര്യയുടെ ഫോണിലേക്കാണ് വന്നത്. മറ്റ് കേസ് നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള ആവശ്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ആ ഫോൺ കോൾ ഒക്കെ ട്രേസ് ചെയ്യുന്നതിന് പോലീസ് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ഈ ഫോൺ കോളിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് വിളിക്കാനോ സംസാരിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടിയാണ് പോലീസ് കൂടുതലായിട്ട് ഇതിൽ ജാഗ്രത പുലർത്തുകയും കേരളത്തിന് പുറത്തേക്ക് ഷമീറിനെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതിലേക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുള്ളത്, ആരോഗ്യസ്ഥിതി വലിയ പരിക്കേറ്റിട്ടില്ല, അത്തരത്തിലുള്ള ഒരു വലിയ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. ഇനി ഇവിടെ നാട്ടിലേക്ക് എത്തിച്ച ശേഷമായിരിക്കും മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുകയുള്ളൂ. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് കണ്ടെത്തിയ ഷമീറിനെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ആഷ്മി. ഈ 1.5 കോടി രൂപ ഇയാളെ വിട്ടേക്കാൻ ചോദിച്ചതായിരുന്നല്ലോ വിപിൻ. എന്ന് പറഞ്ഞാൽ ഈ പാണ്ടിക്കാട് ടു കൊല്ലം കണക്ഷൻ എന്താ? അതെ, ഇതിന് പിന്നിൽ ചാവക്കാടുള്ള ഒരു സംഘമാണ് എന്നുള്ളത് പോലീസിന് ഒരു വിലയിരുത്തൽ, ഒരു നിഗമനം ഉണ്ടായിരുന്നു. ആ സംഘം തന്നെയാണോ ഇതിലിപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പോലീസാണ് ഇനി ഒരു വ്യക്തത വരുത്തേണ്ടതുള്ളത്. കാരണം അങ്ങനെ ഒരു ബിസിനസ് പങ്കാളി ഈ ഷമീറുമായി ബിസിനസ് നടത്തിയിരുന്ന ഒരാൾക്കും ഈ ചാവക്കാടൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇനി കൊല്ലത്ത് എന്തുകൊണ്ട് എത്തി, അല്ലെങ്കിൽ അവിടെ പാർപ്പിക്കാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടി പോലീസ് ഇതിൽ പറയേണ്ടതുണ്ട്. മറ്റൊന്നുള്ളത്, ഈ വിദേശത്തു നിന്നുള്ള ഈ ഒരു ബന്ധം, അതായത് അവിടെ എത്രത്തോളം ഒരു ബിസിനസ് പങ്കാളി വിളിച്ച് 1.5 കോടി രൂപ ആവശ്യപ്പെടുന്നു, പിന്നീട് ആ പണം ലഭിക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ പിടിയിലാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു സമയം ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അതിൽ ചെക്ക് ലീഫുകൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. മറ്റൊന്നും തന്നെ അതേക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് വിളിച്ചതുമില്ല. ഒരുപക്ഷെ പോലീസ് ഈ കേസ് കൂടുതൽ ഗൗരവത്തോടെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കും. ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഷമീറിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഒരു വസ്തുതയുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് കരുതാം. ഓക്കെ, കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെയാണ് ടൗണിൽ നിന്നും വീട്ടിലെ ബൈക്കിൽ ബുള്ളറ്റിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ 2 വാഹനങ്ങളിലെത്തി ഒരു വാഹനത്തിന്റെ വാതിൽ തുറന്ന് തട്ടിക്കൊണ്ടുപോയത്. ഈ വാഹനത്തിന് CCTV ദൃശ്യങ്ങൾ ഒരുപക്ഷെ പോലീസിന് നിർണായകമായിട്ടുണ്ടാവണം. അതിലെ നമ്പർ അടക്കം വ്യക്തമാണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അതിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാകണം. ഒളി സങ്കേതത്തിലേക്കും അവിടെ പോയി ഷമീറിനെ മോചിപ്പിക്കാൻ പോലീസിന് സാധിച്ചു. പോലീസിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ചോദ്യങ്ങൾ ഇനി ബാക്കിയാണ്. എന്താണ് അതിന്റെ റിയൽ മോട്ടീവ്? അത് നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.